സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും ഇനി ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ എവിടം വരെയാണ് ആ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഇന്നലെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലെ ഹൈ തന്നെയാണ് ആ ഒരു ബൈയിങ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ മുകളിലായിട്ട് ഒരു ഡെയിലിയുടെ തന്നെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ലെവൽസും ഉണ്ട്. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലിയുടെ ഒരു സപ്ലൈ ലെവലിലാണ് യൂറോ യുഎസ്ഡി നിൽക്കുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് സെല്ലിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ കാണുന്ന 1.1653 എന്ന് പറഞ്ഞ ലെവൽ വരെ സെൽ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഗോൾഡിന്റെയും യൂറോസിറ്റിയുടെയും അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ന്യൂസ് ഇവന്റ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് ഇവന്റിൽ പ്രൈസ് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിന് ശേഷം പ്രൈസ് വന്ന് ഒരു വീക്ക്ലിയുടെ തന്നെ ഒരു വോളിയം ഇംബാലൻസ് ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു സെൽ റിയാക്ഷൻസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആൻഡ് വീക്ക്ലിയുടെ ആൻഡ് ഡെയിലിയുടെ ക്യാൻഡിൽസ് നോക്കിയാൽ തന്നെ കാണാം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഡെയിലി ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും ഇനി ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ എവിടം വരെയാണ് ആ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഇന്നലെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലെ ഹൈ തന്നെയാണ് ആ ഒരു ബൈയിങ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ മുകളിലായിട്ട് ഒരു ഡെയിലിയുടെ തന്നെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ലെവൽസും ഉണ്ട്. സോ ഈ ഒരു രണ്ട് ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് മോർണിംഗ് തന്നെ നമുക്കൊരു ബൈ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ. നമ്മൾ ഓൾറെഡി ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരും നമുക്ക് നോക്കാം. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഹൈയിലേക്ക് തന്നെ പ്രൈസ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഈ കാണുന്ന അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ലെവൽസ് തന്നെയാണ്. ഇൻ കേസ് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഷുഡ് ബി ഒരു 4415 ലെവലിലേക്കൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ കൺഫർമേഷൻ എടുത്തുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കാനായിട്ട് നോക്കുക. സോ പ്രൈസ് ഈ ഇത്രയും നേരമായിട്ട് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇനി യൂറോ യുഎസ്ഡി ഒരു അനലൈസ് നോക്കാം. സോ യൂറോ യുഎസ്ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ന്യൂസ് ഇവന്റും ഗോൾഡിലെ പോലെ തന്നെ യൂറോ യുഎസ്ഡി നല്ല രീതിയിലുള്ള ഒരു ബൈ റാലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലിയുടെ ഒരു സപ്ലൈ ലെവലിലാണ് യൂറോ യുഎസ്ഡി നിൽക്കുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് സെല്ലിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ കാണുന്ന 1.1653 എന്ന് പറഞ്ഞ ലെവൽ വരെ സെൽ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഒരു മേജർ സപ്ലൈ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബൈ കണ്ടിന്യൂഷൻ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബെറ്റർ ടു ലുക്ക് സെൽ ഓൺലി. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോസിറ്റി. സോ ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.